പുതുവിനോദങ്ങളും പകൽക്കിനാവുകളുമായി ഇലഞ്ഞിപ്പൊയിലെ ദിവസങ്ങളങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ ഒരു ദിവസം രാവിലെ അപ്പു ഓടി വന്ന് പറഞ്ഞു, ശ്രീധരന് ചീങ്കണ്ണിനെ കാണണോ? കാണണം. എവിടെയാണ് ചീങ്കണ്ണി? ശ്രീധരൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. ചീങ്കണ്ണി എന്നൊരു ജന്തു ഉണ്ടെന്ന് കേട്ടതല്ലാതെ അതേവരെ അതിനെ കണ്ടിരുന്നില്ല. എന്നാൽ വേഗം വാ, പുഴയിലെ ചാത്തൻ കയത്തിലാണ്. അപ്പു ധൃതി കൂട്ടി. ശ്രീധരൻ അപ്പുവിൻ്റെ കൂടെ വയലിലൂടെ ഓടി. ചെകുത്താൻ കയത്തിൽ നിന്ന് ഒരു വെളിപ്പാട് താഴെയാണ് ചാത്തൻ കയം. അവിടെ പുഴക്കരയിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അതാ ചീങ്കണ്ണി അമ്മാവൻ. അപ്പു ആകാശത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ശ്രീധരൻ മേൽപോട്ട് നോക്കി. ഒരു മുളന്തുഞ്ചത്ത് വലിയൊരു ജന്തു തൂങ്ങിക്കിടക്കുന്നു. പീറ്റർ കേളൻ മൂപ്പരുടെ വിദ്യയാണ്, അപ്പു പറഞ്ഞു. സ്ഥലത്തെ രസിക ശിരോമണിയാണ് പീറ്റർ കേളൻ. വെളുത്തു വളരെ മെലിഞ്ഞ പീറ്റത്തെങ്ങ് പോലെ നീണ്ട ഒരു മനുഷ്യൻ. മുട്ടുമറയ്ക്കാത്തൊരു തോർത്തുമുണ്ടാണ് നിത്യവസ്ത്രം. കാട്ടുമൃഗങ്ങളെയും കിളികളെയും മത്സ്യങ്ങളെയും കെണിവെച്ച് പിടിക്കുക, അടിയന്തരങ്ങളിൽ ദേഹെണ്ണക്കാരനായി സഹായിക്കുക, ഇതെല്ലാമാണ് തൊഴിൽ. കുറച്ചു മന്ത്രവാദവും വശമുണ്ട്. ആ പീറ്റർ കേളനാണ് ചീങ്കണ്ണിയെ കെണിവെച്ച് പിടിച്ച് മുളന്തുഞ്ചിൽ തൂക്കിയിട്ടിരിക്കുന്നത്. കേളു മൂപ്പൻ. ചീങ്കണ്ണിയെ പിടിച്ച കഥ അപ്പു ശ്രീധരന് പറഞ്ഞു കൊടുത്തു. പുഴയിലെ ചാത്തൻ കയത്തിൽ ഒരു ചീങ്കണ്ണി വന്നു കൂടിയിരിക്കുന്നു എന്ന വാർത്ത ഗ്രാമത്തിൽ പരന്നു. പെട്ടെന്ന് പൊങ്ങിയ മലവെള്ളത്തിൽ കിഴക്ക് നിന്ന് ഇളകി വന്നതായിരിക്കണം. ചാത്തൻ കയത്തിലെത്തിയപ്പോൾ മൂപ്പർക്കവിടെ നിന്ന് പോകാൻ തോന്നിയില്ല. തിന്നാൻ ധാരാളം മീൻ, പാർപ്പിടത്തിന് നല്ലൊരു മടയും, ബഹുസുഖം. എന്നാൽ പീറ്റർ കേളൻ എന്നൊരു പകയൻ സ്ഥലത്തുണ്ടെന്ന കഥ ചീങ്കണ്ണി അമ്മാവൻ മനസ്സിലാക്കിയിരുന്നില്ല.